മൈനിംഗ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് ജനകീയ മലസംരക്ഷണ സമിതി ആരോപിച്ചു. പെരുമ്പാവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സമിതി ഭാരവാഹികൾ. റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ മണ്ണുമാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നതായും ആക്ഷേപമുണ്ട്. രായമംഗലം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുല്ലുവഴിയിലെ അനധികൃത മണ്ണെടുപ്പ് തടയാൻ സർക്കാർ സംവിധാനങ്ങൾ അപര്യാപ്തമായി മാറുകയാണെന്ന് ജനകീയ മലസംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. മലമുറി മുതൽ നെല്ലിമോളം വരെ നീണ്ടുകിടക്കുന്ന മലമുറി മലയിൽ തെറ്റായ മാർഗത്തിലൂടെ അനുമതി വാങ്ങി മണ്ണെടുപ്പ് നടത്തുന്ന മണ്ണ് മാഫിയയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. മൈനിംഗ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്നാണ് ജനകീയ മലസംരക്ഷണ സമിതിയുടെ പ്രധാന ആരോപണം. ഈ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട പി രാജീവാണ് ഇതിന് മിനിസ്റ്റർ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ മൂടി വയ്ക്കാനുള്ള കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ മന്ത്രിയുടെ PS-നും അതുപോലെ മന്ത്രിക്കും ഈ സംബന്ധിച്ചുള്ള മെസ്സേജുകൾ അയച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്കൊരു മറുപടി ഈ സംബന്ധിച്ച് കിട്ടിയില്ല. ആ ഓഫീസാണ് ഇതിനൊക്കെ കേന്ദ്രം. ഏത് തോന്നിയാവസ്ഥനും അവർ കൂട്ടു നിൽക്കുന്ന സമയങ്ങളുള്ളൂ. നമ്മൾ ശല്യക്കാരായിട്ടാണ് രായമംഗലം പഞ്ചായത്തിനെ ഒരു സ്ഥിരം അവർക്കൊരു ശല്യം ഉണ്ടാക്കുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് മൈനിംഗ് ആൻഡ് ജിയോളജിയുടെ ജില്ലാ ഓഫീസ് കണക്കൂട്ടുന്നത്. കാരണം നമ്മൾ എങ്ങനെ പോയാലും മാസത്തിൽ 2-3 കേസുകൾ ഇതുപോലെ അനധികൃത മണ്ണെടുപ്പ് പിടിക്കുക, അവർക്ക് റിപ്പോർട്ട് ചെയ്യും. നല്ലൊരു പൈസ, ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും നല്ലൊരു പൈസ ഗവൺമെന്റിന് റോയൽറ്റി ഇനത്തിൽ പഴയമായിട്ട് തന്നെ ഞങ്ങളുടെ പരാതിയുടെ ഭാഗമായിട്ടൊരു 10-40 ലക്ഷം രൂപയെങ്കിലും ഇപ്പം അപ്പം 50 ലക്ഷത്തോളം രൂപ നിലവിൽ നിയമവിരുദ്ധമായി മണ്ണെടുത്ത് ഞങ്ങൾ കത്തയച്ചതിൻ്റെ ഭാഗം മാത്രമായിട്ട് ഗവൺമെന്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും അവർക്ക് കൂറ് ഈ പറഞ്ഞ അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നവരാണ്. ആ ഒരു സമീപനമാണ് ആ ഓഫീസിനുള്ളത്. ഒരു രീതിയിലും ഒരു സഹായമുള്ള ഓഫീസല്ല എറണാകുളം ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി. സൈലന്റ് ആയിട്ട് അതിന് സപ്പോർട്ടാണ് നമ്മുടെ റവന്യൂ വകുപ്പ്. ഇത് നമ്മൾ പറയേണ്ടതൊരു കാര്യമില്ല. അവര് നേരെ ആവേണ്ടത് ഈ കാര്യങ്ങൾ നിയമപരമായി നടപ്പാവില്ല. അനധികൃതമായി നടത്തുന്ന മണ്ണെടുപ്പ് തടയുന്നതിലൂടെ പിഴയിനത്തിൽ മാത്രം രായമംഗലം പഞ്ചായത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും മണ്ണ് മാഫിയക്കെതിരെ പരാതി നൽകിയാൽ ഒത്തുതീർപ്പാക്കിക്കൂടെ എന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥർ ആദ്യം പുറത്തെടുക്കുക എന്ന് സമിതി അംഗങ്ങൾ പറയുന്നു. മണ്ണെടുപ്പ് നടക്കുന്ന പ്രദേശത്തേക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ ആ വ്യക്തിയുടെ അനുമതിയില്ലാതെയാണ് മണ്ണെടുപ്പിനുള്ള വാഹനങ്ങളും മറ്റും സഞ്ചരിക്കുന്നത്. കള്ളക്കേസ് കൊടുത്ത് നേടിയ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന പേരിൽ പോലീസ് അധികാരികളും മണ്ണ് മാഫിയയ്ക്ക് അനുകൂലമായ നടപടികൾ കൈക്കൊള്ളുന്നു എന്നാണ് ആക്ഷേപം. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു നിയമപ്രകാരമുള്ളൊരു മറുപടിയെങ്കിലും തരണ്ടേ? ഒരു പഞ്ചായത്ത് കൊടുത്തതിന് മറുപടിയെങ്കിലും ഒരു തരാൻ ബാധ്യസ്ഥരല്ലേ? അതൊരു ഈ പെർമിറ്റിൽ വയലേറ്റ് ചെയ്തു, ഒരു ഉത്തരവില്ല. അതിനും പുറമ്പോക്കുണ്ട്, ഒരു ഉത്തരവില്ല. ഇതിനൊന്നും ഒരു ഉത്തരവില്ല. ഒരു മാഫിയകളുടെ മാത്രം കൂടാക്കാനാണ് ഒരു ഭരണകൂടം നിലനിൽക്കുന്നത്. പരാതി കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു മാസത്തിന് മുമ്പ്, ഞാൻ ഡേറ്റ് നോക്കിയിട്ടില്ല, ഒരു മാസത്തിന് കളക്ടർ നേരിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വീണ്ടും നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ മൈനിങ് ആൻഡ് ജിയോളജി 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് താഴെ വേറെ റവന്യൂ ഇല്ല. അടുത്ത സ്റ്റെപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും നിലപാടുകളിൽ വ്യത്യാസം വരാം. കാരണം ഞാനൊരു പഞ്ചായത്തിൻ്റെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നിയമപരമായി നോക്കാനുള്ളത്. എൻ്റെ പഞ്ചായത്തെ സംബന്ധിച്ചുള്ള നിലപാട് ഇതെല്ലാം ഏത് കേസിലും നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇനി അടുത്ത ഘട്ടം ഇനിയിപ്പോൾ ഇതിന് നമ്മൾ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തുള്ള കാര്യത്തിന് അടുത്ത ദിവസം തന്നെ മിനിസ്റ്റർക്കും അതിൻ്റെ പരാതികൾ നാളെ തന്നെ നൽകും. പറ്റിയ നാളെ നേരിട്ട് കാണണമെന്നാണ് ഉദ്ദേശിച്ചത്. മിനിസ്റ്റർ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ കാര്യം നേരിട്ട് അറിയിക്കുക. അവർ നാളെ അറിഞ്ഞില്ല എന്നുള്ളൊരു പരാതി അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നടപടി ഉണ്ടായിരിക്കും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിയെ നേരിൽ കാണാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.